ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ജലജ ജാനകിയോടിരുന്ന് പറയുന്നുണ്ട്, എന്തായാലും ഒരുത്തി പോലീസ് ക്യാമ്പിലോട്ട് പോയ കാരണം അനിയുടെ പുറകെയുള്ള നടപ്പങ്ങ് നിന്നല്ലോ, ആ ഒരു സ്വസ്ഥതയുണ്ടെന്ന്. അത് കേട്ടുകൊണ്ട് അനാമിക അങ്ങോട്ട് വരുന്നുണ്ട്. ആർക്ക് സ്വസ്ഥതയുണ്ടെന്നാ? അവളെ ഉപേക്ഷിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അവിടെ പോയിട്ടുണ്ടെങ്കിലും ഇവർ രാത്രിയിലെല്ലാം വിളിക്കുന്നൊക്കെയുണ്ട്. ഞാൻ ഉറങ്ങിയെന്ന് വിചാരിച്ചാണ് മിക്കവാറും ഇവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് ഞാൻ കാണാറുള്ളതാണ്. പിന്നെ കേട്ടിട്ടില്ല എന്നുള്ള ഒരു രീതിയിൽ ഉറക്കം നടിച്ച് ഞാൻ കിടക്കുന്നേ ഉള്ളൂ എന്നൊക്കെ അനാമിക പറയും. അന്നേരത്തേനുടനെ ജലജ പറയുന്നുണ്ട്, ഓ എന്തൊരവസ്ഥയാണ് ജാനകി ഇത്, മോളിപ്പം ഇങ്ങനെയൊക്കെ കേട്ടുകൊണ്ടൊക്കെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭർത്താവ് കാമുകിയായിട്ട് സംസാരിക്കുന്നു, എന്തൊരവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞ് ജലജ അങ്ങ് മാക്സിമം ജാനകിയെ ചൊടിപ്പിക്കുന്നുണ്ട്. അന്നേരം അനാമിക പറയുന്നുണ്ട്, അത് പോരാഞ്ഞിട്ടിപ്പം അവനും ആദർശേട്ടനോടെ കൂടി എന്നെക്കുറിച്ചുള്ള ഓരോ അപവാദ കഥകളൊക്കെ പറഞ്ഞ് പിടിപ്പിക്കുന്നുണ്ട്. എൻ്റെ അച്ഛനെ വിളിച്ച് വരെ അനാവശ്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഞാനൊന്ന് പുറത്തു പോയെന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ ഒന്ന് കറങ്ങാൻ പോയെന്ന് പറഞ്ഞ് ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കിയത് ആദർശേട്ടൻ. അത് ഞാൻ അമ്മയോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ പറയും. അന്നേരം ഉടനെ ജാനകി പറയുന്നുണ്ട്, അതിനെന്താ ഇന്നത്തെ കാലത്ത് പെൺപിള്ളേരെ ആൺപിള്ളേരുടെ കൂടെ ഒന്ന് പുറത്ത് പോകുമോ ഒന്ന് ചുറ്റിക്കറങ്ങുമോ ഒന്ന് ചെയ്യുന്നതുകൊണ്ടൊരു കുഴപ്പമില്ലെന്ന്. അന്നേരത്തേനാണ് ആ സമയത്ത് നയനെ അങ്ങോട്ട് കയറി വരും. അന്നേരത്തേന് ജലജ പറയുന്നുണ്ട്, ഓ വരുന്നുണ്ട് അടുത്ത ദേ വരുന്നെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അന്നേരത്തേന് എല്ലാവരും തിരിഞ്ഞ് നോക്കുമ്പം നയന വരുന്നു. നയന ഇവരുടെ അടുത്ത് വന്നങ്ങ് നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേന് അനാമിക പറയും, നീ ഇത്രയും ദിവസം ഇവിടെ ഇല്ലാത്തതിൻ്റെ ഒരു പ്രത്യേക മനസ്സമാധാനം ഉണ്ടായിരുന്നു. നിൻ്റെ ചേച്ചി പ്രസവത്തിന് പോയിരിക്കില്ലായിരുന്നോ, നിനക്ക് അവിടെങ്ങാനും നിന്നുകൂടായിരുന്നു, എന്തിനാ ഇങ്ങോട്ട് വന്നെന്നൊക്കെ ചോദിക്കും. അന്നേരത്തേന് നയന പറയും, ഞാൻ നിന്നേക്കാൾ മുമ്പ് ഇവിടെ മരുമോളായിട്ട് കയറി വന്നതാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. എൻ്റെ ഭർത്താവിന് എന്നെ എത്ര കാലം വേണമെന്ന് വിചാരിക്കുന്നു അത്രയും കാലം ഞാൻ ഇവിടെ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുമെന്ന്. അത് കേൾക്കുമ്പോൾ ജാനകി പറയും, ശരിയാ, നീ ഇവിടെ ഇല്ലാത്തതിനൊരു മനസ്സമാധാനം ഉണ്ടായിരുന്നു, അത് കളയാനായിട്ട് നീയൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും എൻ്റെ സ്വഭാവത്തെക്കാൾ കൂടുതൽ നല്ല സ്വഭാവമാണല്ലോ നിങ്ങളുടെ മരുമോളുടെ, അത് നിങ്ങൾക്ക് താമസിയാതെ മനസ്സിലായിക്കോളും. എനിക്ക് പിന്നെ പറയാൻ പറ്റത്തില്ലായിട്ട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ പറയും. നീ എന്താ ഇത്ര പറയാനിരിക്കുന്നത്, നിനക്ക് ഇതിന് മാത്രം പറയാൻ എവിടുന്നാന്നൊക്കെ ചോദിച്ച് ജാനകി ചൂട് പിടിക്കും. അന്നേരത്തേനുടനെ നയന പറയും, എന്തായാലും ഞാനായിട്ടത് പറയുന്നില്ല, അത് താമസിയാതെ അങ്ങ് മനസ്സിലായിക്കോളൂന്ന്. അത് കേൾക്കുമ്പോഴത്തേന് അനാമിക ഒന്ന് വിരളുന്നുണ്ട്. ദേഷ്യപ്പെട്ട് തന്നെ നയന അകത്തേക്ക് കയറിപ്പോകും. നയന പോയി കഴിയുമ്പോഴത്തേന് ഇവർ പറയുന്നുണ്ട്, എന്തായാലും ഇവള് വീണ്ടും വന്നത് ഒരു ശല്യമായിട്ടാണ്, വഴക്കുണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇവൾ ഈ വരുന്നത് എന്നൊക്കെ പറയും. എന്നെ ഇവിടുന്ന് പുകച്ച് ചാടിക്കാൻ വേണ്ടിയുള്ള പ്ലാനുമായിട്ടാണ് ഭർത്താവുമായിട്ട് ചേർന്ന് ഓരോന്നൊക്കെ ഒപ്പിക്കുന്നുണ്ട് ഇവൾ എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് ജാനകി പറയുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും മോള് വിഷമിക്കണ്ട, മോൾ എക്കാലത്തും എൻ്റെ മരുമോളായിട്ട് ഈ വീട്ടിൽ തന്നെ കാണുമെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് അനാമികയ്ക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട്. ഇത് കേൾക്കാനാണല്ലോ അവൾ ഇത്രയും പറഞ്ഞത്. മുത്തശ്ശിയും മുത്തശ്ശനും ഗുളികയൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേന് ഞാൻ നയനമോളെ ഓർക്കും എന്നൊക്കെ പറയും. എന്തായാലും നയനമോൾ ഇവിടെ ഇല്ലാത്തതിന് ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം ബുദ്ധിമുട്ടുന്നത് ദേവയാനിയാണ്. മരുമോളെ ആരും കാണാതെ സ്നേഹിക്കാനായിട്ട് ഓടി നടക്കുകയല്ലേ അവളെന്നൊക്കെ പറയും. എന്തായാലും അത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ അങ്ങോട്ട് വരും. ഉടനെ പറയും, ആ മോള് വന്നോന്ന് ചോദിക്കും. ഞാൻ വന്നു മുത്തശ്ശ, പിന്നെ എന്ത് പറ്റിയതാ ആദർശേട്ടന് ഭയങ്കര ദേഷ്യമാണല്ലോ എന്നൊക്കെ പറയും. എന്താണെന്ന് അറിയത്തില്ല മോളെ, മോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തായിരുന്നോ അവനോടൊക്കെ ചോദിക്കും. ഏയ്, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ എന്തെങ്കിലും പറയാനായിട്ട് ചെന്നിട്ട് പോലും കേൾക്കാൻ പോലും സമ്മതിക്കുന്നില്ല, ഭയങ്കര ദേഷ്യത്തിലാന്നൊക്കെ പറയും. അവൻ എന്തായാലും അങ്ങനെയാണ്, ഒരു കാരണമില്ലാതെ അവൻ അങ്ങനെ ആരോടും ദേഷ്യപ്പെടാറില്ല, മോള് എന്തെങ്കിലും പറഞ്ഞത് ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കും എന്നൊക്കെ പറയും. ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് നയന. എന്തായാലും നിങ്ങൾ തമ്മിൽ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ തീർക്കണം, ഞങ്ങൾ പ്രായമുള്ളവരല്ലേ, ഞങ്ങളായിട്ട് അതിനകത്തൊന്നും ഇടപെടുന്നില്ലെന്ന് പറയും. അപ്പം നയന പറയുന്നത്, മുത്തശ്ശനൊന്ന് കാര്യമായിട്ട് സംസാരിക്കണം ആദർശേട്ടനോടെന്നാണ്. അപ്പം മുത്തശ്ശൻ പറയും, അതെങ്ങനെയാണ് ശരിയാകുന്ന മോളെ, നിങ്ങളെല്ലാവരും പ്രായമായി കല്യാണം കഴിച്ചവരൊക്കെയാണ്, അപ്പം നിങ്ങളുടെ കാര്യങ്ങളിൽ ഞങ്ങൾ പ്രായമുള്ളവർ ചെന്ന് ഇടപെടുന്നത് ശരിയല്ല, അതുകൊണ്ട് നിങ്ങളുടെ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തോണം എന്ന് പറഞ്ഞ് അവരങ്ങ് കൈയൊടിയും. അത് കാണുമ്പോഴത്തേന് നയന സങ്കടപ്പെട്ട് അങ്ങ് പോകുന്നു. ഉടനെ മുത്തശ്ശി പറയും, ഇപ്പം മൈമയുടെ അടുത്തോട്ടായിരിക്കും മരുമോൾ ഈ സങ്കടമൊക്കെ ആയിട്ട് പോകുന്നത്, പാവം ഉണ്ടല്ലേ എന്നൊക്കെ പറയും. അന്നേരം ഞാൻ
എന്തായാലും ചെന്ന് അവിടെ ചെന്ന് ഈ അമ്മായിമ്മയും മരുമോളും എന്താ പറയുന്നത് കേട്ടിട്ട് വരാമെന്നൊക്കെ പറയും. ഓ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ വേണോ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശൻ കളിയാക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു രസമല്ലേ എന്ന് പറഞ്ഞ് മുത്തശ്ശിയും നയനയുടെ പുറകെ പോകും. നയന നേരെ ചെല്ലുന്നത് ദേവേനെ എടുത്തിട്ടാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും ആദർശേട്ടൻ കേൾക്കാൻ സമ്മതിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഞാനിതെല്ലാ കാര്യങ്ങളും മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞപ്പോഴും അവർ പറഞ്ഞത് ഇതൊന്നും ഞങ്ങൾ നോക്കത്തില്ല, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോക്കാനാണ് പറയുന്നത്, അവരിതിനകത്ത് ഇടപെടില്ല എന്നൊക്കെ പറയും. ഉടനെ ദേവേനെ ചോദിക്കുന്നുണ്ട്, അമ്മയും അച്ഛനും അങ്ങനെ പറഞ്ഞോ, അവരിങ്ങനൊന്നും പറയുന്നവരല്ലല്ലോ എന്നൊക്കെ പറയും. അതൊന്നും എനിക്കറിയത്തില്ലമ്മേ, ഞാൻ മാക്സിമം പറഞ്ഞു നോക്കി, പക്ഷേ ആരും ഇടപെടുന്നില്ല, എന്തോ ഒരു നീരസം ആദർശേട്ടൻ്റെ മനസ്സിലുണ്ട്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയും. എൻ്റെ മോളെ എനിക്കങ്ങനെ അവനോട് പറയാൻ പറ്റുമോ മോളെ സ്നേഹിക്കണമെന്ന്? അതുപോലെ തന്നെ അച്ഛനോടും അമ്മയോടും ചേട്ടനോടും ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല, ആദർശ് മോളെ സ്നേഹിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാനിതൊന്നും പറയാത്തതെന്നൊക്കെ പറയും. എനിക്ക് അമ്മയുടെ മനസ്സൊക്കെ മനസ്സിലാകുന്നുണ്ട്, അതുകൊണ്ട് അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഇതെല്ലാം ഞാൻ തന്നെ ശരിയാക്കിക്കോളാം എന്ന് പറയും. പറഞ്ഞ് ഞാൻ ശരിയാക്കാനുള്ള കാര്യമുള്ളെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ നന്ദുവിനോട് പറഞ്ഞു നീ ഇച്ചിരിയുടെ ബോൾഡ് ആകണമെന്നൊക്കെ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഞാനാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ബോൾഡായ പെൺകുട്ടിയെന്ന്. എന്നിട്ട് ഇപ്പം ഞാനതെല്ലാം മാറ്റി വെച്ച് ഒരു സാധാരണ ഇതിൽ ജീവിക്കുന്ന എന്തുകൊണ്ടാണെന്നൊക്കെ അവൾ എന്നോട് ചോദിച്ചു എന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ദേവേന ചോദിക്കുന്നുണ്ട്, മോള് ആദർശിൻ്റെ മുമ്പിൽ ബോൾഡാകാൻ പോവുകയാണോ എന്ന്. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നില്ല അമ്മ, എനിക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ല. പക്ഷേ ആദർശേട്ടൻ്റെ മനസ്സിലെ നീരസം ഇതുപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ചില കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് നയന അകത്തേക്ക് പോകുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ സങ്കടത്തോടെ ഇരിക്കുകയാണ് ദേവയാനി. മുത്തശ്ശനോട് ഇതെല്ലാം വന്ന് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരുടെ അതൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി അങ്ങോട്ട് വരും. അപ്പോൾ ദേവയാനി ചോദിക്കും, എന്താ അച്ഛനും അമ്മയും ഇത്ര ചിരിക്കാമെന്ന്? അതെ, ഇദ്ദേഹം ഒരു തമാശ പറഞ്ഞു, അത് കേട്ട് ഞാൻ ചിരിച്ചെന്നേ ഉള്ളൂ. ചിരിക്കുന്നത് നല്ലതല്ലേ ആരോഗ്യത്തിന്, പിന്നെ ഈ പ്രായത്തിലൊക്കെ ചിരിക്കാനും പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ മുത്തശ്ശൻ പറയും. നേരത്തെയും ദേവയാനി പറയുന്നുണ്ട്, എന്തോ ആദർശം നയനയും തമ്മിൽ എന്തോ ഒക്കെ പ്രശ്നങ്ങളുണ്ട്, ഇനിയിപ്പം നവ്യ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഒരു അമ്മയാകും, ഈ വീട്ടിലെ മൂത്ത മരുമോള് നയനയല്ലേ, അപ്പോൾ ആദർശിൻ്റെ ഒരു കുഞ്ഞിനെ കാണണമെന്ന് എപ്പോഴും അമ്മയും അച്ഛനും പറയുമല്ലോ, അതുകൊണ്ട് അമ്മ അവരോടതൊക്കെ സംസാരിക്കണമെന്നൊക്കെ പറയും. നിനക്ക് ഇഷ്ടമില്ലല്ലോ അവർക്ക് കുഞ്ഞുണ്ടാകുന്നതെന്നൊക്കെ പറയും. എനിക്കിപ്പോൾ അതൊന്നും പ്രശ്നമല്ല, നിങ്ങളതൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അകത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. അന്നേരം തന്നെ ഇവർ രണ്ടുപേരുടെ ഇതൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജയൻ സിറ്റൗട്ടിൽ ഇരിക്കുന്ന സമയത്ത് ആദർശ് അങ്ങോട്ട് കാറിൽ വന്നിറങ്ങുന്നുണ്ട്. ആ ജയനും പുറത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ആദർശിനോട് ജയൻ പറയുന്നുണ്ട്, നയനയും ദേവയാനിയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആകെ പ്രശ്നത്തിലാകുന്ന ലക്ഷണമുണ്ടല്ലോ മോനെ, നീ ഇതിങ്ങനെ വെച്ച് നീട്ടാനാണോ തീരുമാനിച്ചെന്നൊക്കെ ചോദിക്കും. അമ്മ ചെയ്തതിന് ഒരു തെറ്റുമില്ല, കാരണം അമ്മയെ നമ്മൾ പറഞ്ഞ് കളിപ്പിച്ചതാണ്, അതുപോലല്ലല്ലോ നയനയ്ക്ക് എല്ലാം അറിയാമായിരുന്നു, എന്നിട്ട് നയന എന്നോട് ചെയ്തത് ചീറ്റിങ് തന്നെയാണ്, അതുകൊണ്ട് ഞാനിത് ക്ഷമിക്കാൻ തയ്യാറല്ല എന്നൊക്കെ പറയും. പിന്നെ ഇതൊക്കെ എനിക്ക് ശ്രദ്ധിക്കാൻ ഇനി സമയമില്ല, നമ്മുടെ ജുവലറി തന്നെ ഇപ്പോൾ ആകെ പ്രശ്നങ്ങളല്ലേ, ആരോ കള്ളസ്വർണം വിറ്റത് നമ്മുടെ ജുവലറി വഴിയാന്നൊക്കെ അറിഞ്ഞപ്പോൾ ആകെ പ്രശ്നത്തിലായി. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ മുത്തശ്ശന് ആണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടാൻ പോകുന്നത് എന്നൊക്കെ പറയും. എന്നാലും ആരായിരിക്കും ഈ സ്വർണ്ണമൊക്കെ ഇതുപോലെ വിറ്റെന്നൊക്കെ ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടുതലും എനിക്ക് തോന്നുന്നത് അവിയാകാൻ ആ സാധ്യത. അവി ഈയിടെയായിട്ട് ഇതുപോലെ അവിയയ്ക്ക് കുറേ വിലപിടിപ്പുള്ള സമ്മാനങ്ങളും കാശും ഒക്കെ കൊടുക്കുന്നുണ്ട്, ഒരുപാട് ദൂർത്തും അടിക്കുന്നുണ്ട്. അവന് ഇതിന് മാത്രമുള്ള ശമ്പളമൊന്നും നമ്മുടെ ജുവലറിയിൽ നിന്ന് കൊടുക്കുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ മിക്കവാറും അവനാകാനാണ് സാധ്യത എന്ന് പറയും. എന്തായാലും നീയായിട്ട് ആരുടെയും പേരൊന്നും പറഞ്ഞു കൊടുക്കണ്ട, ഇത് സീക്രട്ടായിട്ട് വെച്ച് തന്നെ അന്വേഷിക്കാൻ പോലീസിനോട് പറയണമെന്നൊക്കെ പറയും. അതുപോലെ തന്നെയാണ് നടത്തുന്നതെന്നൊക്കെ ആദർശൻ പറയുന്നുണ്ട്. ആദർശിൻ്റെ പെരുമാറ്റത്തിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് നയന. അന്നേരം നയനെ കനക വിളിക്കുന്നുണ്ട്, മോള് കാര്യങ്ങളെല്ലാം ആദർശിനോട് പറഞ്ഞു എന്ന്. ഇല്ല അമ്മയെ ഒന്നും പറയാൻ പറ്റിയില്ല, ആദർശേട്ടൻ ആകെ ടെൻഷനിലാണ്, ഇതൊക്കെ തിരക്കുകളൊക്കെയാണെന്നൊക്കെ പറയും. മോളോട് ഉള്ള പ്രശ്നമൊക്കെ മാറിയെന്ന് ചോദിക്കും. മുഴുവനായിട്ടൊന്നും മാറിയിട്ടില്ല, എന്തോ നീരസമുണ്ട്, അതെന്താണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയും. മോളതെല്ലാം കാര്യം ചോദിച്ച് മനസ്സിലാക്കണം, എന്താണെന്ന് ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിലൊക്കെ കനക പറയുന്നുണ്ട്. ഞാനതെല്ലാം നോക്കിക്കോളാം അമ്മേ, നിങ്ങൾ സമാധാനമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് കനക ഫോൺ വെക്കും. അന്നേരം തന്നെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് കനകയോട്, എന്തായി എല്ലാം പറഞ്ഞോ എന്നൊക്കെ. ഇല്ല, ഒന്നും പറയാൻ പറ്റിയില്ല എന്ന് പറയും. അതെന്തിനാ ഇത്രയും വെച്ച് താമസിപ്പിക്കുന്നത്, ഒക്കെ പറയേണ്ട സമയം കഴിഞ്ഞില്ലേ എന്നൊക്കെ കനകയോട് ചോദിക്കുന്നുണ്ട് ഗോവിന്ദൻ. അന്നേരം പറയും, അത് മോനാകെ ടെൻഷനിലാണ്, ആകെ എന്തൊക്കെയോ തിരക്കുകളൊക്കെയാണ്, അതുകൊണ്ടാണ് പറയാഞ്ഞെന്ന് പറയും. ഇനി ഞാൻ ചെന്ന് കാണണോ ആദർശ് മോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേണ്ട, മോള് പറയാതെ നമുക്കങ്ങനെ ചെന്ന് കാണുന്നും വേണ്ട എന്നൊക്കെ പറയും. അന്നേരത്തേന് ഗോവിന്ദൻ പറയും, ആദർശ് മോനാണ് ആ വീടിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത്, അതിന് മോൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിൻ്റെ താളം തന്നെ തെറ്റുകയില്ലേ എന്നൊക്കെ ചോദിക്കും. എന്നാലും സാരമില്ല, മൂർത്തി സാറൊക്കെ അവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും. എന്നാലും മൂർത്തി സാർ പഴയ മൂർത്തി സാറൊന്നുമല്ല,
ഇപ്പം പഴയ പോലെ ആരോടും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല, ആരോടും ഒന്നും ചോദിക്കാറുമില്ല എന്നൊക്കെ മോള് പറയാറില്ലേ, അതുകൊണ്ട് നമുക്ക് സങ്കടത്തോടെ തന്നെ ഇരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനകത്തേക്ക് അങ്ങ് പോകും. പിന്നീട് കാണിക്കുന്നത് അനിയാണ്. അനി ആകെ വിഷമിച്ച് ഇങ്ങനെ ഹാളിലിരിക്കുകയാണ്. ആ സമയത്ത് ആദർശ് അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നൊക്കെ ചോദിക്കും. ഓ എന്ത് പറയാനാ ആദർശേട്ടാ, എനിക്ക് ആകെ ഒരു ടെൻഷനാന്നൊക്കെ പറയും. നീ എന്നെ ഞാനിപ്പോൾ 3 ബ്രാഞ്ചാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, നീ ഇപ്പോൾ അതിലൊന്നും ചെല്ലുന്നില്ല, ഒരു ബ്രാഞ്ച് പോലും നീ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയും. ആദർശേട്ടാ ഇനിയിപ്പോൾ 3 എൻ്റെ അടുത്തൊന്ന് മാറ്റിയേര്, ഒരെണ്ണമാണേലും മതി, അല്ലേ ഒന്നും തന്നെ തന്നില്ലേലും വേണ്ടില്ല, എനിക്ക് വയ്യ ഇതൊക്കെ നോക്കി നടത്താനൊക്കെ ആദർശിനോട് അനി പറയുന്നുണ്ട്. എന്താണ് നീ ഇങ്ങനെയൊക്കെ, നീ ഒരു കല്യാണം കഴിച്ചൊരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് അവളുടെ ഒരു കാര്യം നീ ശ്രദ്ധിക്കാറില്ലല്ലോ എന്നൊക്കെ പറയും. അന്നേരത്തേന് അവിടെ അച്ഛൻ തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ശരിയാണെന്ന് എനിക്കും തോന്നി എന്നൊക്കെ പറയും. അതെങ്ങനെയാ ആദർശേട്ടാ, ഞങ്ങൾ മുറിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ സമയവും വഴക്കാണ്, പിന്നെ എന്നാ കാര്യം പറയാനാ എന്നൊക്കെ അനി പറയുന്നുണ്ട്. ആദർശേട്ടനും ഇതുപോലെ തന്നെയല്ലായിരുന്നോ, നയനേടത്തിയായിട്ട് ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നങ്ങളല്ലായിരുന്നോ, പക്ഷേ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും നയനേടത്തി ആദർശേട്ടൻ എന്നോട് വഴക്കുണ്ടാക്കിയതിൻ്റെ പേരിൽ പുറത്ത് ഇതുപോലൊക്കെ കറങ്ങാൻ പോവുകയോ ഒരു പേരുദോഷം ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടോ, പിന്നെ ആദർശേട്ടന് മനസ്സിലാവുമല്ലോ ഇതുപോലൊരു ഫോട്ടോ എന്നെങ്കിലും ആദർശേട്ടന് എന്നെ ഏടത്തിയുടെ കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അത് കാണുമ്പോഴത്തേന് ആകെ ഷോക്കടിച്ച പോലെ നിൽക്കുകയാണ് ആദർശ്. എന്ത് പറയണമെന്ന് അറിയത്തില്ല, അനിയെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നും അറിയത്തില്ല, മറുപടി എന്താണ് പറയേണ്ടതെന്നും അറിയത്തില്ല. അതിങ്ങനെ നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.